ചെറിയ സിനിമകളെ കൈപിടിച്ചുയർത്താനുള്ള നടപടികളുമായി ഫിലിം ചേംബർ. ചെറിയ ബജറ്റ് സിനിമകൾക്കും തിയേറ്ററുകളിൽ പ്രൈം ടൈം ഷോ നൽകും. വീക്കെൻഡുകളിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഷോ ആകും നൽകുക. YS അഭിനന്ദാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അഭിനന്ദ, അതൊരു നല്ല തീരുമാനം ആയി വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ ചെറിയ രീതിയിൽ നിർമ്മാണം നടത്തുന്നവർ, സിനിമ നിർമ്മിക്കുന്നവർ, അതിൽ പങ്കെടുക്കുന്നവർ, ആ മേഖലയിൽ ഒരുപാട് പേർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊരു ആശ്വാസകരമായ നീക്കമാകുന്നു ഇതല്ലേ? തീർച്ചയായിട്ടും ഫിലിം ചേംബറിന്റെ പുതിയ ഭാരവാഹികളായ സോണി തോമസിന്റെയും അനിൽ തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇപ്പോൾ ഒരു പുതിയ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ സിനിമകളുടെ നിർമ്മാതാക്കൾക്കടക്കം ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണിത്. വീക്കെൻഡുകളിൽ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഒരു ഷോ ചെറിയ ബജറ്റ് സിനിമയ്ക്ക് നൽകാനാണ് ഇപ്പോൾ ആലോചന നൽകിയിരിക്കുന്നത്. ചെറിയ ബജറ്റ് സിനിമകൾ സാധാരണയായി തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ ബജറ്റ് സിനിമകൾ അവിടേക്ക് പ്രദർശിപ്പിക്കാൻ എത്തുമ്പോൾ ചെറിയ ബജറ്റ് സിനിമകൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ചെറിയ ബജറ്റ് സിനിമയ്ക്ക് റിലീസ് നൽകുന്നതെങ്കിൽ ചൊവ്വാഴ്ച മറ്റൊരു സിനിമ എത്തുമ്പോൾ അത് പൂർണ്ണമായും ആ സമയം മാറ്റുന്ന ഒരു നടപടിയായിരുന്നു തിയേറ്റർ ഉടമകൾ സ്വീകരിച്ചത്. അതിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കവുമായി ഫിലിം ചേംബർ കടന്നിരിക്കുന്നത്. എല്ലാ സിനിമകളെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നടപടി. നിർമ്മാതാക്കളും തിയേറ്ററുകളുടെ ഉടമകളുമായുള്ള ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ കീഴിലുള്ള കൈരളി, ശ്രീ തിയേറ്ററുകളിലും തീരുമാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയും ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, ഫിയോക്ക് തുടങ്ങി എല്ലാ സിനിമാ സംഘടനകളും ഒന്നായിട്ടുള്ള ഒരു തീരുമാനം അത് KSFDCയിൽ അറിയിക്കുമ്പോഴായിരിക്കും അന്തിമമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്മിത, ശരി. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.